ഹലോ. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ കേരള പുരസ്കാരം നോക്കാം. എന്താണ് കേരള പുരസ്കാരം? വിവിധ മേഖലയിൽ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പത്മ പുരസ്കാര മാതൃകയിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയതാണ് കേരള പുരസ്കാരങ്ങൾ. അപ്പോൾ നമുക്കറിയാം എന്താണ് പത്മ പുരസ്കാരങ്ങൾ. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പേരുകളിൽ കൊടുക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ അതേ മോഡലിൽ കേരള സർക്കാർ കൊടുക്കുന്നതാണ് കേരള പുരസ്കാരങ്ങൾ. പേര് കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ. അതിൽ കേരള ജ്യോതി വന്നിട്ട് ഒരാൾക്ക് മാത്രമാണ് കൊടുക്കുന്നത്. കേരള പ്രഭ 2 പേർക്കും, കേരളശ്രീ 3 പേർക്കുമാണ് കൊടുക്കുന്നത്. 3 അല്ല 5 പേർക്കുമാണ് കൊടുക്കുന്നത്. എൻ്റെ മിസ്റ്റേക്കാണ്. 5 പേർക്കാണ്. വീണ്ടും ഞാൻ പറയുന്നു, 5 പേർക്കാണ്. ആരും തെറ്റുപിടിക്കില്ലേ. 5 പേർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ കേരള ജ്യോതി വന്നിട്ട് ഒരാൾക്ക്, കേരള പ്രഭ വന്നിട്ട് 2 പേർക്ക്, കേരളശ്രീ വന്നിട്ട് 5 പേർക്ക്. അപ്പോൾ ഈ ഒരു നമ്പർ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ ഇനി നമുക്ക് ആളെ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം അത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർക്കാണ്. ഡോക്ടർ എം.ആർ. രാഘവ വാര്യർക്ക് വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ കണക്കിലെടുത്തിട്ടാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ സംഭാവനകൾക്ക് പി.ബി. അനീഷിനും അതുപോലെ കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് രാജശ്രീ വാര്യർക്കും കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ കേരള ജ്യോതി ലഭിച്ചത് എം.ആർ. രാഘവ വാര്യർക്കാണെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഓർത്തു വയ്ക്കുക, എം.ആർ. രാഘവ വാര്യർ കേരള ജ്യോതി വിദ്യാഭ്യാസ മേഖല. ഇനി പി.ബി. അനീഷ് കാർഷിക രംഗമാണെങ്കിൽ, കാർഷിക മേഖലയിലെ സംഭാവനകൾക്കാണെങ്കിൽ രാജശ്രീ വാര്യർക്ക് കലാരംഗത്തെ പ്രവർത്തനങ്ങൾക്കാണ് രാജശ്രീ വാര്യർക്ക് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 2 പേർക്ക് കേരള പ്രഭ, അനീഷിനും രാജശ്രീക്കും. ഇനി നമ്മൾ പറഞ്ഞു 5 പേർക്കാണ് കേരള ശ്രീ കിട്ടുന്നതെന്ന്. അപ്പോൾ അത് 1 മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശശികുമാറിനാണ് ലഭിച്ചിരിക്കുന്നത്. മാധ്യമപ്രവർത്തകനായ ശശികുമാർ. 2 TKM ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള ഷഹൽ ഹസൻ മുസ്ലിയാർ. വിദ്യാഭ്യാസം എന്നുള്ള മേഖലയിലാണ് ലഭിച്ചിരിക്കുന്നത്. ആരാണ്? ഷഹൽ ഹസൻ മുസ്ലിയാർ. 3-മത്തെ ആൾ MK വിമൽ ഗോവിന്ദാണ്, സ്റ്റാർട്ടപ്പായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ MK വിമൽ ഗോവിന്ദ്. 4 അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി കായികം, നമുക്കറിയാം അല്ലേ. അഭിലാഷ് ടോമി കായികം. ജിനുമോൾ മാരിയറ്റ് തോമസ് വിവിധ മേഖലകളിലെ പ്രവർത്തനത്തിനും കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഒന്നുകൂടെ, കേരള പുരസ്കാരങ്ങളിൽ കേരള ജ്യോതി എം.ആർ. രാഘവ വാര്യർക്കും, കേരള പ്രഭ അനീഷിനും രാജശ്രീ വാര്യർക്കും, കേരളശ്രീ പുരസ്കാരം ശശികുമാർ, ഷഹൽ ഹസൻ മുസ്ലിയാർ, വിമൽ ഗോവിന്ദ്, അഭിലാഷ്